തകർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി 4-5 ഇഞ്ച് നീളമുള്ള കാലിരമ്പിന്റെ ആണി കൈവെള്ളയിലല്ല കൈത്തണ്ടയിൽ, ഇവിടെയാണ് ആണിയടിച്ചത്, കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ്. ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെടുകയും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ് കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നു പോയത്. ആ സമയത്ത് വീണ്ടും ഞാനൊരു പ്രതിസന്ധിയിലായി. യൂറോപ്പിലെ പ്രേഗ് എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു ഫാദർ പീറ്റർ. നല്ല ദൈവഭക്തിയുള്ള വൈദികനായിരുന്നു ഫാദർ പീറ്റർ എങ്കിലും വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ അദ്ദേഹം നിരന്തരം സംശയിച്ചിരുന്നു. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഫാദർ പീറ്ററിന് തന്റെ സംശയം വർദ്ധിച്ചു വന്നു. മനുഷ്യനേത്രങ്ങളെ ഇന്നും അതിശയിപ്പിക്കുന്ന 4 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഒരു യാത്ര. വിശുദ്ധ കുർബാനയിലുള്ള യേശുക്രിസ്തുവിന്റെ നിറസാന്നിധ്യം ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യനിർമ്മിതമായ ഗോതമ്പ് അപ്പവും മുന്തിരിച്ചാറും അഭിഷിക്തന്റെ ശുശ്രൂഷകളാൽ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളായി മാറുന്ന ദിവ്യകാരുണ്യ ഈശോയെ, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് അർച്ചന ജോർജ്, വീട് എറണാകുളത്താണ്. ഒരു +1+2 കാലഘട്ടം മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അതുപോലെ കൂടെ കുമ്പസാരിക്കാനും ഈശോ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഒരു കുർബാന കിട്ടാൻ വേണ്ടിയിട്ട്.